അതിലയുടെ മാതാവ് തുളസിഭായ് നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ സമയം തകർന്ന മനസ്സാണെന്നറിയാം, പക്ഷെ എന്നാലും ചോദിക്കുകയാണ്. ഒരു മകളെ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയെന്ന് പറയുന്നു. നമ്മളത് വിശ്വസിക്കുന്നുണ്ടോ? എന്റെ മോള് ആത്മഹത്യ ചെയ്യത്തില്ല. അവൾക്ക് ആത്മഹത്യ പ്രവണതയേ ഇല്ല. അവൾക്ക് പേടിയാ, ആത്മഹത്യ ചെയ്യാൻ പേടി. കാരണം അവിടെ മരണ വീട്ടിൽ പോലും പോകത്തില്ല, പേടിച്ച്. ഈ മരിക്കുന്നത് കാണുമ്പോൾ അവൾക്ക് പേടിയാ. അങ്ങനെയുള്ള ഒരു കുഞ്ഞ്. അതുമല്ല, പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അമ്മേ ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല. അഥവാ ഞാൻ ചത്ത എന്നെ അയാൾ കൊന്നയാന്ന് വിചാരിച്ചോണം. അവളെ എന്റെ പൊടിമോടോട് ഈയിടെയും മെസ്സേജ് അയച്ചു പറഞ്ഞു, മോളെ അമ്മ ചാവത്തില്ല, അമ്മ നിനക്ക് വേണ്ടിയാ ജീവിക്കുന്നത്. അഥവാ അമ്മ ഇല്ലാതെ വന്ന മനസ്സിലാക്കിക്കോണം മോള് അച്ഛൻ കൊന്നയാണ്. ഇങ്ങനെ വരെ പറയുന്ന ഒരു കുഞ്ഞ്. അതുപോലെ ബർത്ത്ഡേയുടെ സ്റ്റാറ്റസ് 12:30 ഇട്ട് കുഞ്ഞ് ഹാപ്പി ആയിട്ട് പിറ്റേന്ന് ജോലിക്ക് വന്ന് തുണിയും മേടിച്ചുകൊണ്ട് അനിയത്തിയുടെ അടുത്തുനിന്ന് വന്നു. തലേന്ന് എന്നെ സന്തോഷത്തെ ഫോൺ വിളിക്കുകയും ചെയ്ത്. അപ്പം രാവിലെ അനിയത്തിയുടെ അങ്ങ് പോകാൻ നേരം എന്നെ ഫോൺ പോയിട്ട് അനിയത്തിയുടെ വീട്ടിൽ നിന്നിട്ട് വീഡിയോ കോളിൽ വിളിച്ച അനിയത്തിയും ചേട്ടത്തിയൂടെ തമാശ പറയും. അനിയനുമായിട്ട് ഇളയ മോടെ കളിയാക്കി, സ്കൂളിൽ പഠിച്ച പണ്ടത്തെ ഫോട്ടോ കാണിച്ചു മൂത്ത മോള്. എന്നിട്ട് അവളെ കളിയാക്കി ഇളയ മരുമോനെ കാണിച്ചിട്ട് പണ്ട് അവിടെ കോലം ഇതായിരുന്നെന്നും പറഞ്ഞ് കളിയാക്കി ചിരിക്കുകയും ചെയ്തു. അന്നേരം പറഞ്ഞ അവളെ കളിയാക്കണ്ട, എന്റെ മോള് നല്ലതാടി എന്ന് ഞാൻ എന്റെ മൂത്ത മോളോട് പറയാം. നമ്മളറിയുന്നില്ലല്ലോ എന്റെ കുഞ്ഞ് നമ്മളെ വിട്ട് പോകുമെന്നൊക്കെ. പീഡന വിവരങ്ങളൊക്കെ അറിയിച്ചിരുന്നു. എന്റെ മോള് എന്നെ ഉപദ്രവിച്ചാലും അന്ന് തന്നെ എന്നെ വീഡിയോ കോളിൽ വിളിക്കും, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ച് കാണിക്കും എന്നെ. ഇതെല്ലാം കാണിച്ചു. അതുകൊണ്ടല്ലേ ഞാൻ അന്ന് തൊട്ട് മോളിഞ്ഞ് വാടി എന്ന് ഞാൻ പറയുന്നത്. ഞാൻ പറയും, ഇത്രത്തോളം പീഡനം സഹിച്ചു നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? നമുക്ക് ബന്ധം പിരിയാനുള്ള അങ്ങനെ ഒരു വട്ടം കേസ് കൊടുത്തതാ. എന്റെ പൊടിമോക്ക് 1.5 വയസ്സുള്ള സമയത്ത് കേസ് കൊടുത്തി. അതും നിസ്സാര കാര്യത്തിന്. എന്റെ അവിടെ പനിക്കറ്റോടി അമ്പലത്തിൽ താലിപ്പൊലിക്ക് പോയ പേരും പറഞ്ഞ് താലിപ്പൊലിക്ക് പോണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഇളയ മോക്കന്ന് വിളക്കെടുപ്പ്. ഇവര് തങ്ങളിൽ 4.5 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അപ്പം വിളക്കെടുപ്പിന് പോകണ്ട, കുഞ്ഞിന് ചൂട് കൊള്ളും എന്ന് പറഞ്ഞു. ചൂട് കൊള്ളുമെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു, നീ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് കിടക്കുവോ? അവനൊന്നാമത് സംശയരോഗമാ. അപ്പൊ ഞങ്ങൾക്ക് വിളക്കെടുക്കുകയും വേണം. എന്തായാലും അവൾ ഒറ്റയ്ക്ക് കിടക്കത്തില്ല. അതുകൊണ്ട് വാടി മോളെ, നീ ഒറ്റയ്ക്ക് കിടക്കണ്ട എന്നും പറഞ്ഞ് അവളെ നിർബന്ധിച്ച് ഞങ്ങൾ. അന്നേരം രണ്ട് കര ചുറ്റാനുള്ള അനുവാദം അവള് കെഞ്ചി ചോദിച്ച്. അങ്ങനെ 2 കര ചുറ്റെന്ന് പറഞ്ഞു. 2 കര ചുറ്റി 3-ാമത്തെ കര ശിവനട അല്ലെന്നേ, അത് 3-ാമത്തെ കരയെ. അപ്പൊ അവരുടെ മാമി കണ്ടവളെ, ഭർത്താവിന്റെ മാമന്റെ ഭാര്യ. അന്നേരം പിറ്റേന്ന് അവര് ഞൊണ പറയുന്ന പെണ്ണ. അവരന്നേരം എവൻ അങ്ങോട്ട് കോൾ ചെയ്തടാ, നിന്റെ ഭാര്യ അതില്ലേ ഞാൻ കണ്ടിടാ ശിവനടയെ വെച്ച്. അപ്പൊ ഇവന് മനസ്സിലായി അത് 3-ാമത്തെ കരയില്ലേ. അപ്പൊ അവൻ പറയുന്ന കേൾക്കാതെ 3 കര ചുറ്റിയെന്ന് പറഞ്ഞ പേരും പറഞ്ഞ് ഇനി അവന്റെ വീട്ടിലോട്ട് പോണ്ടാന്ന് പറഞ്ഞു, അവൻ പറയാതെ. അങ്ങനെ 6 മാസം എന്റെ കുഞ്ഞിനെ അവൻ അങ്ങോട്ട് വിട്ടില്ല, ചെല്ലണ്ടാന്ന് പറഞ്ഞ. 6 മാസം എന്റെ കുഞ്ഞിന് അവൻ ചെലവിന് അയച്ചു തന്നില്ല. അങ്ങനെ ഞങ്ങൾ ആ കേസ് കൊടുക്കുന്നത്, ബന്ധമൊഴിയാൻ. അവരുടെ വീട്ടുകാരും കാണാൻ വന്നില്ല, അതിന് ചെലവിന് ഒന്നും അയച്ചു കൊടുക്കുകയും. അവനന്നേരവും നല്ല ശമ്പളം ഉള്ളവനാ. ആ വൈരാഗ്യത്തിന് 6 മാസം നിന്നതുകൊണ്ട് അവള് പറഞ്ഞു, എനിക്ക് ഈ ബന്ധം വേണ്ട. അങ്ങനെ നമ്മൾ കേസ് കുടുംബ കോടതിയിൽ തന്നെ കൊടുത്തു, അല്ല സ്റ്റേഷനിൽ കൊടുക്കണ്ടെന്ന് വക്കീൽ. നമ്മുടെ മൂത്ത ചേട്ടത്തിയുടെ മരുമോൻ SI സൂര്യനാട് സ്റ്റേഷൻ. അപ്പൊ ആ പയ്യനോട് ഞാൻ ഇതേപോലെ വിവരം പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, കുഞ്ഞമ്മേ സ്റ്റേഷനിൽ കൊടുക്കണ്ട, കോടതിയിൽ അപ്പം 2 നല്ല വക്കീലന്മാരെ ഇടപെടുത്തി തന്നു. ഒന്ന് ചവറയിലും ഒന്ന് മൈനാപ്പിളിലുള്ള.